അവസാന 16-ലെത്തിയ ആശ്വാസം അർജന്റീന ആരാധകർക്കുണ്ടവർ ആഘോഷമാക്കുകയാണ്. 24-ന്റെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന്. അജ്മൽ, തിരുവനന്തപുരത്തെ കാഴ്ചകൾ എന്താണ്? ആളുകൾ ഈ പ്രകടനത്തിൽ അവർക്ക് സന്തോഷമുണ്ടോ, ആത്മവിശ്വാസമുണ്ടോ? ഈ ജയത്തിൽ അവർ എങ്ങനെയാണ് അവരുടെ പ്രതികരണം? അമൃത, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇത് രാവിലെ ഇവിടെ മഴയാണ്, പ്രതികൂല കാലാവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ താരതമ്യേന തണുപ്പുള്ള അന്തരീക്ഷമാണ്. പക്ഷേ ഇതൊന്നും മയാമി സ്റ്റേഡിയത്തിൽ കളിക്കുന്ന മെസ്സിയുടെ ആ കളിക്കുന്നതിലുള്ള ആവേശം ആരാധകരെ തണുപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. പുലർച്ചെ തന്നെ ഇവിടെ ഞാൻ നിൽക്കുന്നത് ബാട്ടൺ ഹില്ലിലാണ്. ഇവിടേക്ക് സ്ക്രീനിങ്ങിനായി ഒഴുകിയെത്തിയ ആരാധകർ അത്യാവേശത്തിലാണ് ഇപ്പോൾ ഉള്ളത്. യഥാർത്ഥത്തിലെ മെസ്സിയുടെ മത്സരം, ഇന്ന് അർജന്റീനയുടെ മത്സരത്തെ ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനൊരു മത്സരമാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്? കഴിഞ്ഞ വേൾഡ് കപ്പിൽ തോറ്റിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. അതേപോലെ തന്നെ ഒരു മികച്ച മത്സരം ഞങ്ങൾക്ക് വേണമായിരുന്നു. ആ മികച്ച മത്സരമായിട്ടാണ് ഇനി ഈ മത്സരത്തിൽ നിന്ന് വന്ന പോരായ്മകൾ മാറ്റി കപ്പടിച്ചിട്ടേ പോകുള്ളൂ. കപ്പടിച്ച് പിന്നെ ഒരു മന്ത്രവാദത്തിനും മിശിഹയെ തളക്കാൻ പറ്റില്ല. ഒരു സംശയം, ഈജിപ്തിനെതിരെയുള്ള കളി ഇത് മതിയോ? ഈജിപ്തിനെതിരെയുള്ള കളി ഇത് മതിയോ? ഈജിപ്തിനെതിരെയല്ല, കേബോ വെർദെക്കെതിരായിട്ടുള്ള കളി ഇത് പോരാ. ഇതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ അർജന്റീന തിരിച്ചു വരും. അർജന്റീന എപ്പോഴും ഈ പറയുന്ന മിസ്റ്റേക്കിൽ നിന്ന് പാഠം പഠിക്കുന്ന ടീമാണ്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ വന്നു. ഇനി അടുത്ത വരുന്ന നോക്കൗട്ടിലേക്ക് നോക്കിച്ചോ, നിങ്ങൾ ഇതുവരെ കാണാത്തൊരു അർജന്റീനയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വയസ്സ് 31. മെസ്സി വീണ്ടും ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുകയാണ്. മെസ്സിയുടെ വ്യക്തിപരമായ വ്യക്തിപരമായ നേട്ടം ഒന്ന് ആലോചിച്ച് നോക്കണം. പീക്ക് ടൈമിൽ മെസ്സിയുടെ കൂടെ കളിക്കുകയാണ് ബാക്കിയുള്ളവർ, മെസ്സിയുടെ പിടിച്ചിരിക്കാൻ. അതേപോലെ തന്നെ ദൈവത്തിന് എന്തിനാ മന്ത്രവാദം. അപ്പോ ഈ കാണുന്ന നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മാതൃക ഉണ്ടല്ലോ വേൾഡ് കപ്പിന്റെ, ഇത് ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ബാക്കിയുള്ളവര് ഇത് എടുക്കാനാണ് വന്നത്, ഇത് നമ്മൾ നിലനിർത്താനാണ് വന്നത്. മനസ്സിലായത്? ഇത് ഡിഫെൻഡ് ചെയ്യാനാണ് വന്നത്, നമ്മള് അടിക്കാനല്ല വന്നത്. ഇത് ഇതേപോലെ ഷെൽഫിൽ വെക്കാനാണ് നമ്മൾ വന്നത്. ഇതാണ് ഈ പറഞ്ഞതുപോലെ ഇവർ എന്തിനാണ് പുലർച്ചെ ഈ ബാട്ടൺ ഹില്ലിലെ തെരുവ് വീതിയിലേക്ക് ഒഴുകിയെത്തിയതെന്ന് ആരാധകർ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. മെസ്സിയും അർജന്റീനയും പരാജയങ്ങളിൽ നിന്ന് തുടങ്ങിയ ടീമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് നേട്ടത്തിലേക്ക് അവർ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരാജയം അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ഒരു പിന്നോട്ടടി അത് ഒരിക്കലും അർജന്റീനയ്ക്ക് സ്ഥിരമായി ഉണ്ടായ ഒരു പരാജയമല്ല, അല്ലെങ്കിൽ ഒരു പിന്നോട്ട് പോക്കല്ല. ഉറപ്പായും ഇതിലെ പിഴവുകൾ മനസ്സിലാക്കി അർജന്റീന തിരിച്ചു വരികയും ഏറ്റവും മികച്ചൊരു പ്രകടനത്തോടെ ഇവർ കയ്യിൽ കരുതിയിരിക്കുന്ന ഈ കനക കിരീടത്തിലേക്ക് ഒരിക്കൽ കൂടി അർജന്റീന ടീം എത്തിപ്പെടുകയും ചെയ്യുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. ദിൽനാമൃത. ശരി, തിരുവനന്തപുരത്ത് നിന്നുള്ള കളിയാരവുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി കോഴിക്കോടേക്ക് പോയാൽ കോഴിക്കോട് പുതിയ പാലത്ത് നിന്ന് വർഷ ഗിരീഷ് കൂടി ചേരുന്നുണ്ട്. വർഷ, ഗുഡ് മോർണിംഗ്. നമ്മൾ അല്പസമയം മുമ്പ് വലിയ നെഞ്ചിരിപ്പോടെ ആശങ്കയോടെ ഇരിക്കുന്ന പ്രേക്ഷകരെ, ആരാധകരെ ഒക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് കോഴിക്കോട്ടെ ഒരു ആവേശം? നെഞ്ചിടിപ്പേറിയ മിനിറ്റുകളാണ് കടന്നുപോയത്. വളരെ വലിയ ആവേശത്തിലാണ് അർജന്റീന ആരാധകരുള്ളത്. കാരണം അവരെ സംബന്ധിച്ച് നമുക്കറിയാം, അർജന്റീന മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കടന്നുകയറ്റം, ഒരു പ്രതീക്ഷിക്കാതെയുള്ള ഒരു മുന്നേറ്റമായിരുന്നു ഈ കേപ്പ് വെർദയുടേത് എന്ന് പറയുന്നത്. കേപ്പ് വെർദെ ചെറിയ മീനല്ല എന്നത് നമുക്ക് ഈ അർജന്റീന കേപ്പ് വെർദെ മത്സരത്തോടെ മനസ്സിലാവുന്ന കാര്യമാണ്. എന്തായാലും ഒരു ഗോളിന്, അതായത് 3-2 ഇപ്പോൾ അർജന്റീന ജയിച്ചിരിക്കുന്ന സന്തോഷത്തിന്റെ ആവേശമാണ് കാണുന്നത്. എന്ത് തോന്നുന്നു കളി? നല്ലതായിരുന്നു, ഒന്നും പ്രതീക്ഷയില്ല. മെസ്സിയുടെ നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ഗോളല്ല അടിപൊളി. കുറച്ച് പേടിച്ചെങ്കിൽ നമ്മൾ ജയിക്കുന്ന ഉറപ്പുണ്ട്. വേർത്തില്ലേ? അർജന്റീന വേർത്തോ? ജയിക്കുന്ന വിചാരിച്ചെങ്കിൽ എങ്ങനെ കളി സൂപ്പർ അല്ലേ? നമ്മൾ അർജന്റീനയിലെ കളിയാണ്, പിന്നെ അത് സൂപ്പർ ആക്കിയതാ. ചോദിച്ചോ വളരെ ആവേശത്തിലാണ് അർജന്റീന ആരാധകരെല്ലാം. വ്യക്തമാണ്. പാട്ടുപാടി ഡാൻസ് കളിച്ചുള്ള വലിയ ആഘോഷമായാണ് അർജന്റീന ഫാൻസ്. എന്തായാലും വളരെ പൊടിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു ഈ മണിക്കൂറുകളിൽ എല്ലാം നടന്നിട്ടുള്ളത്. അവർ നെഞ്ചിടിപ്പിലായിരുന്നു അർജന്റീന ആരാധകരുള്ളത്. വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ തിരൂരിലേക്ക് പോവുകയാണ്. തിരൂർ താഴെപ്പാലത്ത് ഗോകുൽ കെ വേണുഗോപാലുണ്ട്. ഗോകുൽ, മലപ്പുറംകാരുടെ ഫുട്ബോൾ ആവേശമൊക്കെ നമുക്ക് ഏറെ അറിയാം. ഇന്നീ മത്സരം തുടങ്ങുമ്പോൾ അവർ പ്രതീക്ഷിച്ചൊരു പ്രകടനമാണോ അർജന്റീനയുടെ ഭാഗത്തുണ്ടായത്? അവിടെ ഇപ്പോൾ മത്സരശേഷം ആരാധകർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്?
അതിന് അതുതന്നെയാണ് മത്സരശേഷവും ആരാധകർ തമ്മിലുള്ള, പ്രത്യേകിച്ചും അർജന്റീനയുടെ ആരാധകരും കേപ്പ് വെർദെക്ക് അനുകൂലമായി നിന്ന ആരാധകർ തമ്മിലുള്ള ഒരു വാഗ്വാദ സംവാദമൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ വലിയ നെഞ്ചിടിപ്പോട് കൂടി തന്നെയായിരുന്നു എല്ലാ ആളുകളും ഈ കളി കണ്ടത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഈ കളിയിൽ നിങ്ങൾ തൃപ്തരാണോ? പൂർണ്ണ തൃപ്തരാണ്. ഗാന എന്ന മന്ത്രവാദിന്റെ വർത്തമാനത്തിലല്ല, കോടിക്കണക്കിന് ജനങ്ങളെ മനസ്സിലാണ് അർജന്റീനയും ആരാധകരും അർജന്റീന ടീമും. ഈ ടീമിന് ആദ്യം ഞങ്ങൾ പറഞ്ഞിരിക്കണേ സ്പെയിനിന് 2-4 സമനില നടത്താന്, അല്ല ഉറുഗുനെ സ്പെയിനിന് 1-1 ലോക ചാമ്പ്യന്മാരാണ്, എക്സ്ട്രാ ടൈമിലേക്ക് പോയി. അതൊക്കെ സംഭവം ശരിയാണ്. ആ ടീമിനെ ഞങ്ങൾ വെറുതെ നിസാറായിട്ട് കാണുന്നില്ലെന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്. പിന്നെ ഞങ്ങളെ തോൽപ്പിക്കാനായിട്ട് ബ്രസീലുകാർ ഉറപ്പായിച്ചിരുന്നിരിക്കണം. അവരോട് പറയാനുള്ളത് ജയിച്ചിരിക്കണേ, അർജന്റീന ജയിച്ചിരിക്കണേ, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞങ്ങൾ 90 മിനിറ്റ് ആണ് ഇതല്ല, ഞങ്ങൾ ജയിച്ചോ, ഞങ്ങൾ ടീം ജയിച്ചോ, ഞങ്ങൾ ടീം അർജന്റീനയുടെ ഈ കളിയിൽ നിങ്ങൾ തൃപ്തരാണോ? ഞങ്ങൾ തൃപ്തരാണ്. ഞങ്ങളെ കളി കണ്ടില്ല നിങ്ങൾ ഇത്ര ഇതിൽ തൃപ്തരല്ലെങ്കിൽ പിന്നെ കളി മാറ്റി കളിച്ച് ഞങ്ങൾക്ക് ഒരു ബ്രസീലുകാരാണോ? ഇവർ 90 മിനിറ്റ് ഇവർക്ക് മിണ്ടാടുണ്ടായിരുന്നില്ല, അർജന്റീന ഇവർ മിണ്ടാടുണ്ടായിരുന്നില്ല. വേൾഡിലെ നമ്പർ 1 ടീമാണ് അർജന്റീന. നിങ്ങളല്ലേ പറയും വേൾഡിലെ നമ്പർ 1 ടീമല്ലേ? എത്ര സ്ഥാനത്ത് കിടക്കണ് കേപ്പ് വെർദെ? പറയും കേപ്പ് വെർദെ ഈ 100 ചില്ല മിനിറ്റില് ഗോൾ അടിച്ച് ജയിക്കുന്നവരല്ലേ എവിടെ എത്തി? അത് മാത്രല്ല ഇവർക്ക് ബ്രസീൽ അർജന്റീനക്കാർക്ക് ഇവിടെ മുട്ടാനാളില്ല. ബ്രസീലുകാർ ജയിച്ച് ഞാൻ ഒരു കാര്യം പറയാം. ബ്രസീലുകാർ ജയിച്ച് ഇവർ ആദ്യം പറഞ്ഞ മൊറോക്കോ 4 സ്ഥാനത്തിരിക്കാണ്. മൊറോക്കോനിക്ക് 2 ടീം എതിരായിട്ട് അവരെത്ര സ്ഥാനത്തിരിക്കുന്ന ടീമാണ്? ടീമിലല്ല കാര്യം. ഇവരെ ആഹ്ലാദ പ്രകടനമൊക്കെ പറഞ്ഞാൽ ബ്രസീലുകാർ കൊണ്ടുനടക്കണോ? ഇതിപ്പോ ഞങ്ങളെ പണി അയക്കണേ. എന്താ ചെയ്യാ? എന്താ വേൾഡിലെ നമ്പർ 1 ടീമാണല്ലോ. ഇതിപ്പോ കളി പുറകിലേക്കാണ് പോകുന്നത്. എന്തായാലും അർജന്റീനക്കാരും ബ്രസീലുകാരുമാണ് ഇവിടെ ഉള്ളത്. കേപ്പ് വെർദെയുടെ പ്രകടനത്തെ നമ്മൾ എന്തായാലും വിസ്മരിക്കാൻ സാധിക്കുന്നില്ല. ചരിത്ര താളുകൾ എഴുതി തരേണ്ടത് എന്തോ പറയാനുണ്ട്. ഒരു ഗാന എന്ന് പറഞ്ഞ മന്ത്രവാദിന്റെ മനസ്സിലല്ല അർജന്റീന ആരാധകര്, കോടിക്കണക്കിന് ജനങ്ങളെ മനസ്സിലും മെസ്സി എന്ന ഫുട്ബോളിന്റെ മാന്ത്രികനെ കളിച്ച് കളി കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? അതിൽ വലിയ മാറ്റം ഉണ്ടോ? ഗോളി പറയുന്നത് ഗോൾ അടിക്കൂലെന്നാ. ഒരു ഗോൾ അടിച്ചില്ലേ? ഈ പറഞ്ഞ മെസ്സിയൊക്കെ പെരിയില് എന്താ ഇവിടെ നടന്നത്? നിങ്ങളെന്നെ കണ്ടില്ല? ഇവരെന്നെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാ നിന്നത്. ഇവർക്ക് ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടാനുള്ള ഗ്യാപ്പ് ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഇവിടുത്തെ ചർച്ച എന്തായാലും അവസാനിക്കില്ല. എന്തായാലും കേപ്പ് വെർദെയുടെ കളിയെ നമ്മൾ അംഗീകരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. കാരണം ലോക ചാമ്പ്യന്മാരായിട്ടുള്ള 1ാം സ്ഥാനത്ത് ഫിഫ റാങ്കിൽ നിൽക്കുന്ന ഒരു ടീമിനെയാണ് ഈ രീതിയിൽ 3-2 എന്ന രീതിയിൽ പരാജയപ്പെട്ടെങ്കിലും അവിസ്മരണീയമായ ഒരു മത്സരം സമ്മാനിച്ചിട്ടുള്ളത്. തിരൂർ താഴെപ്പാലത്തെ ആഘോഷങ്ങൾ എന്തായാലും തീരുന്നില്ല. അർജന്റീനക്കാരും ബ്രസീലുകാരും തമ്മിലുള്ള ഒരു സംവാദം തുടരുകയാണ്. ദിന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.